mindful moments with Hammy. ഹായ് എവരിവൺ. ഇന്നലത്തെ അതായത് ഡേ 8 ആക്ടിവിറ്റി ഷോർട്സിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഷോർട്സ് ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ വെൽക്കം ടു ഡേ 9 ഓഫ് കോൺഷ്യസ് ആൻഡ് മൈൻഡ്ഫുൾ ലൈഫ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ജേർണലാണ്. നമ്മൾ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തി. അതുപോലെ തന്നെ ജേർണലായിട്ട് ചെയ്തതാണ് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്ന്. അതിനേക്കാളും കുറച്ചുകൂടി ടഫ് എന്നല്ല, പക്ഷെ നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ജേർണലാണ് അടുത്തത്. എന്ന് വെച്ചാൽ നമ്മളുടെ ചിന്തകളെ രണ്ടായി നിങ്ങൾ തരംതിരിക്കുക. അതായത് പോസിറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും. അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. രാവിലെ മുതൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എന്തൊക്കെ പോസിറ്റീവ് ചിന്തകൾ വരുന്നു, എന്തൊക്കെ നെഗറ്റീവ് ചിന്തകൾ വരുന്നു, കോൺഷ്യസ് ആയിരിക്കുക നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ ചിന്തകളെ കുറിച്ച്. ഓരോ ചിന്തകളും വരുന്ന ചിന്തകളെ എങ്ങനെ നോട്ട് ഓൺ ചെയ്തു. അപ്പൊ ചോദിക്കും, ഫുൾ ടൈം ബുക്കും കൊണ്ട് നടക്കണ്ടേ? നടക്കാൻ പറ്റുന്നവർ നടന്നോളൂ, അല്ലാത്തവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുറച്ച് സമയം ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചത് എന്നുള്ളത് ഒന്ന് ഓരോ അന്ന് 15 മിനിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. 15 മിനിറ്റ് നമ്മൾ ഓൾറെഡി അതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 15 മിനിറ്റിൽ നിങ്ങൾക്ക് ഈ ചിന്തകളും കൂടി നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. എന്തൊക്കെ നെഗറ്റീവ്, ചില ചിന്തകൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും, പക്ഷെ ഇറ്റ്സ് ഓക്കെ, അതൊക്കെ എഴുതാം. ആ പോസിറ്റീവായിട്ട് വന്നതും നെഗറ്റീവായിട്ട് വന്നതും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക കേട്ടോ. അപ്പം അങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മനസ്സിൽ എത്രത്തോളം ചിന്തകളാണ് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട്. ഓക്കെ, അപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.